ഭാരതപ്പുഴ തിരുവില്ലാമലയിലെത്തുമ്പോൾ ഇടത്തും വലത്തും ചിരിയാണ്. ലക്കിടിയിൽ കുഞ്ചനും തിരുവില്ലാമലയിൽ രണ്ടാം കുഞ്ചനായ VKN-ഉം. തിരുവില്ലാമലയിലെത്തിയാലും രണ്ട് വിയാണ്. ഒന്ന് സാക്ഷാൽ വില്വാദ്രിനാഥൻ, മറ്റത് VKN. വില്വാദ്രിനാഥനെ തൊഴുത് പുനർജനി നൂഴുന്നവർക്ക് കുന്നിൻ ചെരുവിലെ VKN വീട് ആക്ഷേപഹാസ്യത്തിൻ്റെയും ആഴമുള്ള ഫലിതത്തിൻ്റെയും വേറൊരു പുനർജനിയായിരുന്നു അരനൂറ്റാണ്ടുകാലം. മലയാളത്തിൽ ഒരു കാലത്തും ആവർത്തിക്കാനാവില്ല, അനുകരിക്കാനാവില്ല VKN ശൈലി. അസരവില്വാദി വെളിച്ചെണ്ണയും യൂഡിക്കൊളോണും ചേർന്ന സമ്മിശ്രമെന്നാണ് തൻ്റെ ശൈലിയെക്കുറിച്ച് VKN തന്നെ പറഞ്ഞത്. ഒരേ സമയം തനിനാടനും ഇന്റർനാഷണലുമായ വടക്കേക്കൂട്ടാൾ നാരായണൻകുട്ടി നായർ 959 മുതൽ 69 വരെ ഒരു പതിറ്റാണ്ടുകാലം ദില്ലിയിൽ പത്രപ്രവർത്തകനായിരുന്നു. അധികാരവും ആരോഹണവും സിൻഡിക്കേറ്റും പിതാമഹനുമെല്ലാം ആ കാലത്തിൻ്റെ കൊത്തുവേലയാണ്. ഒപ്പം ഏതു കാലത്തും പ്രയോഗിക്കാവുന്ന കനപ്പെട്ട അധികാര വിമർശനവും. ദൈവത്തിൻ്റെ അംശം അധികാരികളായ കാവ്യവേഷങ്ങളെക്കുറിച്ച് കാവ്യ എന്ന നോവലിൽ VKN എഴുതിയതെല്ലാം ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിലാണ് ഏറ്റവും പ്രസക്തമാവുന്നത്. ചാപ്ലിനെ പോലെ ദുരന്തങ്ങളെപ്പോലും ചിരിക്കാനുള്ള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു VKN. സഞ്ജയനെ പോലെ കരളെരിഞ്ഞാലും തലപുകഞ്ഞാലും ചിരിച്ചു. സർ ചാത്തുവും ചാത്തൻസും പയ്യനും പയ്യൻസുമെല്ലാം ഒരർത്ഥത്തിൽ VKN തന്നെയാണെന്ന് പറയാറുണ്ട്. അലാവുദ്ദീൻ ഖിൽജി രാമേശ്വരമാണെന്ന് തെറ്റിദ്ധരിച്ച് ലക്കിടിയിലെത്തിയപ്പോൾ പുഴക്കക്കരെ VKN ഉണ്ടെന്നറിഞ്ഞ് തിരിഞ്ഞോടുന്നൊരു കഥ അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് VKN-ന് സ്ഥലകാലമില്ല. ഭൂതകാലത്തിലെന്ന പോലെ വർത്തമാനത്തിലും ഭാവിയിലും VKN ജീവിക്കുന്നു. ആഴമുള്ള ഫലിതത്തിൻ്റെ ആ വജ്രകാന്തിയിൽ ഇനിയും എത്ര തലമുറകൾ തലയറഞ്ഞ് ചിരിക്കുമെന്ന് പ്രവചിക്കുക അസാധ്യം. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.